നാടെങ്ങും ഓണക്കാലം മുൻനിർത്തി പച്ചക്കറി കൃഷി ഇറക്കുന്ന തിരക്കിലാണ്. സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, സഹകരണ സ്ഥാപനങ്ങൾ എന്നിവയുടെ സഹകരണത്തോടു കൂടിയാണ് പച്ചക്കറി കൃഷി നടക്കുന്നത്. നെടുങ്കണ്ടം ബാലഗ്രാമിൽ പച്ചക്കറി കൃഷിക്കായി നാടൊരുമിച്ചപ്പോൾ 65 സെന്റോളം വരുന്ന തരിശുഭൂമി കൃഷിയിടമായി മാറി. ഓണത്തിന് ഒരു മുറം പച്ചക്കറി എന്ന സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയുടെ ഭാഗമാണ് പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്തിലെ ബാലഗ്രാമിൽ പച്ചക്കറി കൃഷിക്കായി നിലമൊരുക്കിയത്. കാടും പടലവും പിടിച്ചു കിടന്നിരുന്ന ഭൂമിയാണ് കുടുംബശ്രീ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ കൃഷിക്കായി ഒരുക്കിയെടുത്തത്. നില ഒരുക്കി കൃഷിക്ക് അനുയോജ്യമായിട്ട് നല്ല രീതിയിൽ ഇത് പണിത് കൊണ്ടുവന്നതാണ്. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇത് ഇത്രയും നല്ല വിജയകരമായി തന്നെ ഇത് മുന്നോട്ട് കൊണ്ടുപോകും. ഇനിയും വരുന്ന ആളുകളിലും ഞങ്ങൾ ഇതുപോലെ തരിശുഭൂമികൾ ഏറ്റെടുത്ത് പച്ചക്കറി കൃഷി ചെയ്യാൻ ഞങ്ങൾ സന്നദ്ധരാണ്. പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവനും കുടുംബശ്രീ ബാലഗ്രാം സർവീസ് സഹകരണ ബാങ്ക് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് കൃഷി ഇറക്കിയത്. വെണ്ട, തക്കാളി, ചീര, പയർ, പച്ചമുളക് തുടങ്ങിയവയാണ് ജൈവരീതിയിൽ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്. നടീലുത്സവം ഗ്രാമപഞ്ചായത്ത് അംഗം എസ് മോഹനൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിച്ച് ഇവിടെ തന്നെ ചെലവാക്കുന്ന രീതിയിലേക്ക് കണ്ടെത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഗവൺമെന്റ് കൊണ്ടുവരുന്ന പുതിയ പദ്ധതിക്ക് ഇതിനോടൊപ്പം തുടക്കം കുറിക്കുകയാണ്. ഇതിപ്പോ ഒരു തുടക്കം മാത്രമാണ്. പാമ്പാടുംപാറ പഞ്ചായത്തിൽ ഒരു കർഷക മാർക്കറ്റ് നമ്മുടെ മുണ്ടേരിമേൽ ഈ ഓണക്കാലത്തോടനുബന്ധിച്ച് തുടങ്ങാൻ പോവുകയാണ്. ഓണത്തിന് വിളവെടുത്തു കഴിഞ്ഞാലും ഇവിടെ പച്ചക്കറി കൃഷി തുടരുവാനാണ് നാട്ടുകാരുടെ തീരുമാനം. ഇതിനോടൊപ്പം തന്നെ ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ അംഗങ്ങളുടെ വീടുകളിലും പച്ചക്കറി കൃഷി നടത്തുന്നുണ്ട്. ഇത്തരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികൾ മുണ്ടിയെരുമയിൽ കാർഷിക മാർക്കറ്റ് തുറന്ന വിൽപ്പന നടത്തുന്നതിനും പഞ്ചായത്ത് ലക്ഷ്യമിടുന്നുണ്ട്. സിറ്റി വിഷൻ, നെടുങ്കണ്ടം.